ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാസലഹരിയുടെ ദൂഷ്യഫലങ്ങൾ പുതിയ അധ്യയന വർഷത്തെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികൾക്ക് കായിക പരിശീലനത്തിന് കൂടുതൽ സമയം നൽകും. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ കാസർഗോഡ് അവസാനഘട്ടത്തിൽ. ലോകനന്മയ്ക്കായി യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള കാത്തിരിപ്പിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വലിയ ശനി ആചരിക്കുന്നു. നാളെ ഈസ്റ്റർ. ഇന്ന് ലോക കരൾ ദിനം. ഭക്ഷണമാണ് ഔഷധം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിനുള്ള പ്രമേയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ഡൽഹിയെയും രാജസ്ഥാൻ ലക്നൌവിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ലഹരി വിപത്തിനെതിരായ ബോധവൽക്കരണം പുതിയ അധ്യയന വർഷത്തെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാസലഹരിയുടെ ദൂഷ്യഫലങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. കുട്ടികൾക്ക് കായിക പരിശീലനത്തിന് അധിക സമയം നൽകും. രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുന്നതടക്കം ഒട്ടേറെ പ്രവർത്തനങ്ങൾ പുതിയ അധ്യയന വർഷം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ കാസർഗോഡ് അവസാനഘട്ടത്തിൽ. തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ. സംസ്ഥാന സർക്കാരിന്റെ വികസന സാക്ഷ്യമാകും വാർഷികാഘോഷവും പ്രദർശനമേളയുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഏപ്രിൽ 21 മുതൽ 27 വരെ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ ജനകീയ ഉത്സവമാക്കി മാറ്റണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 9 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനും സമസ്ത മേഖലകളിലും സർക്കാർ കൈവരിച്ച നേട്ടങ്ങളുടെ ദൃശ്യാവിഷ്കാരമായിരിക്കും എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഉണ്ടാവുക. കാസർഗോഡിന്റെ തനതായ കലാ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന സാംസ്കാരിക പരിപാടികളും മേളയുടെ മാറ്റുകൂട്ടും. ഏപ്രിൽ 21 രാവിലെ 11 കാസർഗോഡ് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടക്കുന്ന ജില്ലാതല യോഗത്തിൽ നിരവധി മേഖലകളിലെ ക്ഷണിക്കപ്പെട്ട 500 വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടി പ്രതിപക്ഷം പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആലുവയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടനത്തിനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അടുത്ത മാസം 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 2024 ജൂലൈ 13 മുതൽ ട്രയൽ റൺ തുടങ്ങിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഡിസംബർ 3 മുതൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞത്ത് ഇതുവരെ 263 കപ്പലുകൾ എത്തിക്കഴിഞ്ഞു. ഇതിനിടെ 5.36 ലക്ഷം TEU വിഴിഞ്ഞം കൈകാര്യം ചെയ്തു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ ചരക്ക് നീക്കങ്ങളിൽ വിഴിഞ്ഞം തുറമുഖമാണ് ഒന്നാമത്. ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നായ MSC തുർക്കി ഉൾപ്പെടെ എത്തിയ വിഴിഞ്ഞത്ത് യൂറോപ്പിലേക്കുള്ള പ്രതിവാര സർവീസായ ജെയ്റ്റ് സർവീസും ആരംഭിച്ചിരുന്നു. VGF കരാർ കൂടി ഒപ്പിട്ടതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ടത്തിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. നോട്ടീസ് നൽകിയതിനെ തുടർന്ന് ഇന്ന് രാവിലെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. 2 ദിവസം മുമ്പ് ഹോട്ടലിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ 3ാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയോട് നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 167 പേർ അറസ്റ്റിലായി. 155 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നർക്കോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട്. 9497927797 എന്ന നമ്പറിൽ വിവരം കൈമാറാം. കൊല്ലം നഗരത്തിൽ വാഹനത്തിൽ കടത്തുകയായിരുന്ന 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പുലർച്ചെ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി പിടികൂടിയത്. ഡിവൈഡറിൽ ഇടിച്ചു നിന്ന വാഹനം ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു. കോന്നി ആനക്കൂട്ടിലെ അപകടത്തിൽ 4 വയസ്സുകാരൻ മരിച്ചതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക റിപ്പോർട്ട്. കോന്നിയുടെ ചുമതലയുള്ള റാന്നി DFO ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച വനം മന്ത്രിക്ക് കൈമാറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കുരിശുമരണത്തിൽ നിന്നും ലോക നന്മയ്ക്കായി യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള കാത്തിരിപ്പിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വലിയ ശനി ആചരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. പത്തനംതിട്ട ജില്ലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രാവിലെ വിശുദ്ധ കുർബാനയും സെമിത്തേരികളിൽ പൊതു ധൂപ പ്രാർത്ഥനയും നടന്നു. ഈസ്റ്ററിനെ വരവേറ്റ് ഇടുക്കി ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക മേഖലകളിലും ഈസ്റ്റർ ലില്ലി പൂക്കൾ വിരിഞ്ഞു. 6ഉം 7ഉം ഇതളുകളുള്ള ചുവപ്പും ഓറഞ്ചും കലർന്ന പുഷ്പങ്ങളാണ് ഈസ്റ്റർ ലില്ലിയുടേത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
വേനൽമഴ പെയ്തിറങ്ങിയതോടെ ഹൈറേഞ്ചിൽ ലില്ലിപ്പൂക്കൾ കൂട്ടത്തോടെ വിടർന്ന് കാഴ്ചയുടെ വർണ്ണവസന്തമൊരുക്കുകയാണ്. ഹൈറേഞ്ചിന്റെ മലയോര മേഖലയിൽ കണ്ടുവരുന്ന ഈസ്റ്റർ ലില്ലിപ്പൂക്കൾ വിദേശ ഇനത്തിൽപ്പെട്ട സസ്യമാണ്. വീടുകളിൽ ഈസ്റ്റർ ലില്ലി അലങ്കാരച്ചെടിയായി നട്ടുവളർത്തുന്നവരുമുണ്ട്. വർഷം മുഴുവൻ പൂക്കുമെങ്കിലും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഇവ കൂടുതലായി പുഷ്പിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇവയ്ക്ക് ഏപ്രിൽ ലില്ലി എന്നും ഈസ്റ്റർ ലില്ലി എന്നും പേര് ലഭിച്ചത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നാളെ രാവിലെ മുതൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടക്കും. പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങൾ നടക്കും. PMG ലൂർദ് ഫൊറോന പള്ളിയിൽ തിരുക്കർമ്മങ്ങളിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികനാകും. വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിൽ നാളെ ദിവ്യബലി നടക്കും. ഈസ്റ്ററിനോടനുബന്ധിച്ച് കോഴിക്കോട് വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. ദേവമാതാ കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കാർമ്മികത്വം വഹിക്കും. ഇന്ന് ലോക കരൾ ദിനം. കരളിന്റെ ആരോഗ്യത്തിന് ഭക്ഷണക്രമത്തിന്റെയും പോഷകാഹാരത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ 19 ലോക കരൾ ദിനമായി ആചരിക്കുന്നു. ഭക്ഷണമാണ് ഔഷധം എന്നതാണ് ഈ വർഷത്തെ ലോക കരൾ ദിന പ്രമേയം. പാലക്കാട് ധോണി ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടിയ കാട്ടാന ധോണിയുടെ കാഴ്ച ഭേദമാക്കാനുള്ള 3ാം ഘട്ട ചികിത്സ അടുത്ത ആഴ്ച ആരംഭിക്കും. കഴിഞ്ഞ 2 ഘട്ടത്തിലുമുള്ള ചികിത്സ വേണ്ടത്ര ഫലപ്രദമായില്ല. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 2023 ജനുവരിയിൽ മയക്കുവെടി വെച്ച് പിടികൂടുമ്പോൾ തന്നെ ആനയുടെ 2 കണ്ണിനും പെല്ലറ്റുകൾ കൊണ്ട് കാഴ്ച തകരാറിലായതായി ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. ശസ്ത്രക്രിയ പാടില്ലെന്ന വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തുള്ളിമരുന്ന് ചികിത്സയാണ് നൽകി വരുന്നത്. നിലവിൽ പാപ്പാന്മാരുടെ മേൽനോട്ടത്തിൽ ധോണിയെ കാട്ടിൽ മേയാൻ വിടുന്നുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും പുതിയ ചികിത്സ ആരംഭിക്കുക. വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും. സമരം ചെയ്യുന്നവരുൾപ്പെടെ 45 പേർക്ക് കഴിഞ്ഞ ദിവസം അഡ്വൈസ് മെമ്മോ ലഭിച്ചു. 18 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ സമരമുറകളുമായി പ്രതിഷേധിക്കുകയാണ് നിയമനം ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ. മധ്യകേരളത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളരിപ്പയറ്റ് സമ്പ്രദായമായ ചെങ്ങന്നൂരാദി അംഗം ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ മാന്നാർ മുട്ടേൽ അങ്കത്തട്ടിൽ നടക്കും. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാവിലെ ചെങ്ങന്നൂരാദി അനുസ്മരണ സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE മെയിൻ 2ാം ഘട്ട പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. മെയിൻ പേപ്പർ 1ന് 24 വിദ്യാർത്ഥികൾക്ക് 100 മാർക്ക് ലഭിച്ചു. ഫലം ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാകും. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണ്ണം പവന് 71,560 രൂപയും ഗ്രാമിന് 8,945 രൂപയുമാണ് ഇന്നത്തെ വില. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. അഹമ്മദാബാദിൽ വൈകുന്നേരം 3:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. 7:30 ജയ്പൂരിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മത്സരിക്കും. ഇന്നലെ അന്തരിച്ച ഹൃദയാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കലിന്റെ സംസ്കാരം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് കോട്ടയം മാങ്ങാനത്തെ സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ചർച്ച് സെമിത്തേരിയിൽ നടക്കും. നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. 2000 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഓട്ടിസം അവബോധ മാസാചരണത്തിന്റെ ഭാഗമായി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് വാക്കത്തോൺ സംഘടിപ്പിക്കും. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 69ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാര സമരം 31ാം ദിവസത്തിലേക്കും പ്രവേശിച്ചു. ഡൽഹിയിലെ മുസ്തഫാബാദിൽ 4 നില കെട്ടിടം തകർന്നു വീണ് 4 പേർ മരിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ 10ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഇത്തവണത്തെ ഹജ്ജ് യാത്ര അടുത്ത മാസം 11 ആരംഭിക്കും. ഹജ്ജ് ക്യാമ്പിന്റെ സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ മട്ടന്നൂരിൽ ഇന്നലെ KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. 4700-ലേറെ പേർ ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജ് കർമ്മത്തിനായി പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ തലശ്ശേരി ലോഗൻസ് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്ന് മുതൽ തലശ്ശേരി നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ NCC റോഡ് വഴിയാണ് പോകേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാസലഹരിയുടെ ദൂഷ്യഫലങ്ങൾ പുതിയ അധ്യയന വർഷത്തെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികൾക്ക് കായിക പരിശീലനത്തിന് കൂടുതൽ സമയം നൽകും. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ കാസർഗോഡ് അവസാന ഘട്ടത്തിൽ. ലോകനന്മയ്ക്കായി യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായുള്ള കാത്തിരിപ്പിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വലിയ ശനി ആചരിക്കുന്നു. നാളെ ഈസ്റ്റർ. ഇന്ന് ലോക കരൾ ദിനം. ഭക്ഷണമാണ് ഔഷധം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിനുള്ള പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ഡൽഹിയെയും രാജസ്ഥാൻ ലക്നൌവിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.